ആമയിഴഞ്ചാൻ തോട് തിരുവനന്തപുരം നഗരത്തിന്റെ ശാപമായിട്ട് വർഷങ്ങൾ. തോടല്ല പ്രശ്നം, അത് യഥാസമയം ശുചീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാവുന്നത്. 2 വർഷം മുമ്പ് ശുചീകരണ തൊഴിലാളി തോട്ടിൽ വീണ് മരിച്ചതിനെ തുടർന്ന് 63 ലക്ഷം ചിലവഴിച്ച് ശുചീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പഴയ അവസ്ഥ തന്നെ. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാത്തതിനെ തുടർന്നാണ് മഴ പെയ്താൽ നഗരം മലിനജലത്തിൽ മുങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായതോടെയാണ് ശുചീകരണം ആരംഭിച്ചത്. തുറന്നു വിടാനുള്ള സംവിധാനങ്ങളുണ്ട്, അതൊന്നും അവർ ചെയ്യാറില്ല, ക്ലീൻ ചെയ്യാറില്ല സാധാരണ. കോർപ്പറേഷൻ, ഇപ്പോഴത്തെ കോർപ്പറേഷനെങ്കിലും നല്ല ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. ചവർ വന്ന് അടിയാൻ വേണ്ടി അവർ ഗ്രില്ല് കണക്കിട്ടിരിക്കുക. അപ്പോൾ ആ ഗ്രില്ലിൽ ചവർ വന്ന് അടിയുമ്പോഴേക്കും ഓവർഫ്ലോ ചെയ്ത് അപ്പുറത്തിറങ്ങും. അത് എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻകാർ അവിടെ വന്നു ക്ലീൻ ചെയ്യുന്നു. ഈ വെള്ളം കയറി അന്ന് തന്നെ അവർ കുത്തി ഇളക്കിയൊക്കെ വിട്ടു. എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ട് കാണുമായില്ല. കാരണം അങ്ങനെ ഒന്നുമല്ല, ചാക്കുകൾ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയാണ് അതിങ്ങി വരുന്നത്. അത് അവിടെ വന്ന് അറിയുമ്പോൾ അവർക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. ആമയിഴഞ്ചാൻ തോടിൽ പഴവങ്ങാടി, തകരപ്പറമ്പ് ഭാഗങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതോടെയാണ് കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത്.